ഒരു കാട്ടിൽ ഒരു വലിയ സിംഹമുണ്ടായിരുന്നു. അവൻ വളരെ ശക്തനായിരുന്നു. എന്നാൽ ദിവസേന വളരെയധികം മൃഗങ്ങളെ അവൻ കൊന്നു തിന്നുമായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് സിംഹം എല്ലാവരെയും കൊല്ലുന്നത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് സിംഹത്തിനോട് പറഞ്ഞു, സിംഹരാജാവേ, ദിവസേന ഒരൊറ്റ മൃഗം വന്നാൽ മതിയല്ലോ. അപ്പോൾ രാജനും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം കിട്ടും. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കും ജീവിക്കാം. സിംഹം സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിവസം ഒരു മൃഗം വന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും. അങ്ങനെ ഓരോ ദിവസം ഓരോ മൃഗം വീതം സിംഹത്തിനടുത്തേക്ക് പോയി. അവയെല്ലാം സിംഹം കൊന്നു തിന്നു. ഒരു ദിവസം മുയലിന്റെ ഊഴം വന്നു. മുയലിന് പേടിയായി. എങ്കിലും അവൻ പേടിച്ച് സിംഹത്തിന്റെ അടുത്തെ പോയി. വഴിയിൽ വെച്ച് മുയൽ ഒരു കിണർ കണ്ടു. മുയലിന് ഒരു നല്ല ഉപായം തോന്നി. അവൻ സിംഹത്തിന് അടുത്തെത്തി. അപ്പോഴേക്കും സിംഹം വിശന്ന് ദേഷ്യം വന്ന് ഇരിക്കുകയായിരുന്നു. സിംഹം അലറിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെയും മറ്റു മൃഗങ്ങളെയെല്ലാം തിന്നാൻ പോവുകയാണ്. അപ്പോൾ മുയൽ പറഞ്ഞു, രാജാവേ, വഴിയിൽ വേറെ ഒരു സിംഹം എന്നെ തടഞ്ഞു. ഈ കാട് അവന്റേതാണ് എന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ട് സിംഹത്തിന് ഭയങ്കര കോപം വന്നു. എവിടെയാണ് അവൻ എന്ന് ചോദിച്ചു. മുയൽ സിംഹത്തെ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. അവൻ ഇതാ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് കിണറിലേക്ക് കാണിച്ചു. സിംഹം കിണറ്റിൽ നോക്കി. അവിടെ സ്വന്തം പ്രതിബിംബം കണ്ടു. അതിനെ വേറെ സിംഹമെന്ന് കരുതി അലറി. അപ്പോൾ പ്രതിബിംബം തിരിച്ച് അലറുന്നത് കണ്ട് ആ സിംഹം തന്നെ വെല്ലുവിളിക്കുന്നതായി സിംഹത്തിന് തോന്നി. സിംഹം ഉടൻ തന്നെ കോപത്തോടെ കിണറിലേക്ക് ചാടി. അങ്ങനെ സിംഹം വെള്ളത്തിൽ വീണു മരിച്ചു. കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.